വിധേയപ്പെടാത്ത കർക്കശ നിലപാടുകൾ സ്വീകരിച്ച മനുഷ്യൻ സമ്പാദിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടിയാണ് ഈ കാണുന്ന ജനാവലി. 12-ാം മണിക്കൂർ ഈ വിലാപയാത്ര തുടരുമ്പോഴും അപ്പോഴും ഇത്രയും അണമുറിയാതെ നിൽക്കുന്ന ഈ ജനപ്രവാഹം അതിനുള്ള മറുപടിയാണ്, അതിനുള്ള ഉത്തരമാണ്. അനുഭവിക്കപ്പെടുന്നവരുടെ വീക്ഷണത്തിൽ നിന്നുകൊണ്ട് ഭരിക്കുക, പ്രതികരിക്കുക, പ്രതിഷേധിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതൊരു അത്ഭുതമാണ്. ആ അത്ഭുതത്തിൻ്റെ പേരാണ് VS എന്ന ദ്വയാക്ഷരി. VS എന്ന രണ്ടക്ഷരം കൊണ്ട് കേരളക്കരയുടെ നെഞ്ചകമാകെ പടർന്നു പന്തലിച്ച സമരമരം. അവസാന യാത്ര തൻ്റെ പോരാട്ട ചൂടുകൊണ്ട് നിറഞ്ഞൊഴുകിയ വഴിത്താരകളുടെ ചലനമറ്റ് നീങ്ങുമ്പോൾ ആ യാത്രയ്ക്ക് അവസാന അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ പതിനായിരങ്ങളാണ് ഓരോ വഴിത്താരകളിൽ കാത്തു നിൽക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മളിപ്പോഴും വൈകിയ മണിക്കൂറിലും കണ്ടുകൊണ്ടിരിക്കുന്ന സമയം 2:20 എടുക്കുന്നു. വിലാപയാത്ര തുടങ്ങിയിട്ട് 12 മണിക്കൂർ പിന്നിടുന്നു. ഒരു ഘട്ടത്തിലും ആ തിരക്കിന്, ആ നീണ്ട നിരക്ക് ഒരു അന്ത്യമുണ്ടായില്ല. എല്ലായിടത്തും ആളുകൾ കുന്നുകൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ പറ്റുന്ന കാഴ്ചകളാണ്, രംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. അലക്സ് നമ്മോടൊപ്പം ചെയ്യുന്നു. അലക്സ്, രാത്രി വൈകി 12 മണിക്കൂറാകുന്നു. അപ്പോഴും പ്രിയപ്പെട്ട സഖാവിനെ അവസാനം നോക്ക് കാണാൻ പതിനായിരങ്ങൾ കാത്തിരിക്കുന്നു. എല്ലാ കേന്ദ്രങ്ങളിലും അണമുറിയാത്ത നിരയുണ്ട്. ആ മനുഷ്യന്, ആ അത്ഭുതത്തോട് അവർക്കുള്ള സ്നേഹം, വാത്സല്യം, ബഹുമാനം, ആദരവെല്ലാമാണ് അവിടെ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ VSന്റെ പോരാട്ടവീര്യങ്ങൾ അനുഭവവേദ്യമാവാത്തവർ വളരെ ചുരുക്കമായിരിക്കും. അദ്ദേഹത്തിൻ്റെ പോരാട്ടവീര്യം കൊണ്ട് സാധിച്ചെടുത്ത നന്മകൾ അത് അനുഭവിച്ചറിയാത്തവരും വളരെ വിരളമായിരിക്കും. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ജീവിതത്തിൽ VSനോടൊപ്പം ചേർന്ന് നിന്ന, VSന്റെ സമരത്തോടൊപ്പം ചേർന്ന് നിന്ന, VSന്റെ നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കാത്ത മനുഷ്യരുണ്ടാകില്ല എന്ന് നിസ്സംശയം പറയാനാകില്ല. അലക്സ്, VS എന്ന ദ്വയാക്ഷരിയിലൂടെ സംഭവബഹുലമായ സമരജീവിതത്തെ ബാക്കിയാക്കി മടക്കം. പുന്നപ്രവയലാറിന്റെ കനാൽ ജ്വലിച്ച് വിപ്ലവകാരിയായ VS സമവായങ്ങളില്ലാത്ത സമരത്തിന്റെ മറുവാക്കായിരുന്നു. തന്റെ പോരാട്ടവീര്യങ്ങൾ കൊണ്ട് ചൂടുപിടിപ്പിച്ച മണ്ണിൽ ചലനമറ്റ അദ്ദേഹത്തിന്റെ അവസാന യാത്ര അത് നടത്തുകയാണ്. ആ പ്രിയപ്പെട്ട സഖാവിനെ കാണാൻ ആയിരക്കണക്കിന് മനുഷ്യർ രാത്രി വൈകിയും വീഥികളിൽ കാത്തു നിൽക്കുകയാണ് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ. 12 മണിക്കൂർ യാത്ര പിന്നിടുന്നു. ഈ പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും സമരസപ്പെട്ടിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ബോധ്യങ്ങൾക്ക് വേണ്ടി എന്നും ഉറച്ചു നിന്നിരുന്നു. ആ ബോധ്യങ്ങൾ എന്നും അടിസ്ഥാന വർഗത്തിൻ്റെ പ്രശ്നങ്ങളോടൊപ്പമായിരുന്നു. അടിസ്ഥാന വർഗത്തിൻ്റെ പ്രശ്നം മനസ്സിലാക്കാൻ VSന് പ്രത്യേകിച്ചൊരു സ്റ്റഡി ക്ലാസിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. ആ വ്യക്തിത്വം വളർന്നു വന്ന മണ്ണും അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളും മാത്രം മതിയായിരുന്നു ഈ നാട്ടിലെ അദ്ദേഹത്തിന് അറിയുന്നവരുടെ പ്രശ്നങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാൻ, ആ പ്രശ്നത്തിന് പരിഹാരം എന്തെന്ന് മനസ്സിലാക്കാൻ. ഒരായുസ് കൊണ്ട് ആ മനുഷ്യ പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ എന്തൊക്കെ ചെയ്യാനാകുമെന്നതിൻ്റെ ഉത്തരം കൂടിയായിരുന്നു VS. മനീഷ് ബഹവൽ നമ്മോടൊപ്പം ചെയ്തു. മനീഷ്, ഈ പറഞ്ഞതുപോലെ, നമ്മൾ നേരത്തെയും സൂചിപ്പിച്ചതുപോലെ VS ഒരു കെടാക്കനലായി നമ്മുടെ നെഞ്ചകത്തുണ്ടാകും. അദ്ദേഹത്തിൻ്റെ പോരാട്ട വീര്യങ്ങൾ, അതുകൊണ്ടുണ്ടായ ജനോപകരമായ കാര്യങ്ങൾ അത് അനുഭവിച്ചറിയാത്ത മനുഷ്യരുണ്ടാകില്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ VSന്റെ പോരാട്ടങ്ങൾക്കെതിരെ വിമർശനം ഉയരുമ്പോഴും അല്ലെങ്കിൽ VS ഒറ്റപ്പെടുമ്പോഴും അദ്ദേഹത്തിൻ്റെ നിലപാടുകളോടൊപ്പം ചേർന്ന് നിൽക്കാത്ത ഒരു മനുഷ്യൻ പോലും ഉണ്ടാകില്ലെന്ന് നിസ്സംശയം പറയാനാകില്ലേ മനീഷ്? യാത്ര 12 മണിക്കൂർ പിന്നിടുകയാണ്. പ്രിയപ്പെട്ട സഖാവിനെ, പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ജനലക്ഷങ്ങളാണ് നിലവിൽ ഈ തെരുവീഥികളിലൊക്കെ തന്നെ കാത്തു നിൽക്കുന്നത്. അങ്ങനെ ജനനായകനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട്, ഹൃദയത്തിൽ നിന്നും അന്ത്യാഭിവാദ്യം ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് കൊട്ടിയത്തിന്റെ ഭൂമിയിലേക്ക് ഇതാ VSന്റെ ഭൗതിക അല്പസമയത്തിനകം തന്നെ എത്തിക്കും. നിലവിൽ കൊട്ടിയത്തേക്ക് എത്തിക്കഴിഞ്ഞു. കൊട്ടിയത്ത് 100 കണക്കിന് ആളുകളാണ് ഇവിടെ ഒരു പോയിന്റിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ ഇവിടെ എത്തി കാണാൻ വേണ്ടിയിട്ട് മണിക്കൂറുകളായി, നിലവിൽ 12 മണിക്കൂർ സമയത്തേക്കാണ്, 2.5 മണിക്കൂറിയാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ നിന്നും ദർബാർ ഹാളിൽ നിന്നും അദ്ദേഹത്തിന്റെ ഭൗതികദേഹം പുറത്തേക്ക് വിലാപയാത്രയിൽ പുറപ്പെട്ടത്. ഇപ്പോൾ അത് 12 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. അങ്ങനെ 7-8 മണിക്കൂറുകളായി കാത്തു നിൽക്കുന്ന നിരവധി ആളുകളെയാണ് നമുക്ക് നിരത്തുകളിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ VS ഓർമ്മയായി അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിലേക്കുള്ള മടക്കയാത്രയാണ്. അദ്ദേഹത്തെ ഒരു നോക്കു കാണാൻ
ഒന്ന് ആദ്യമായിട്ടും ചില കുട്ടികളാണെങ്കിൽ ചിലർ ആദ്യമായിട്ട് കാണുന്ന ചില കുട്ടികളുണ്ടായിരിക്കും. അവർക്ക് VS-നെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, അതായത് മാതാപിതാക്കളും ഒക്കെ തന്നെ പരിചയപ്പെടുത്തിയ TV-യിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെ പരിചയപ്പെടുത്തിയ VS-നെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ചെറിയ കുരുന്നുകളെയും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ജനഹൃദയങ്ങളിൽ ആവേശത്തിൻ്റെ ആശയത്തിൻ്റെ അഗ്നി പടർത്തിയ ഒരു ജനനേതാവ്, ഇത്രത്തോളം ഒരു ഒരു നൂറ്റാണ്ടിന്റെ ഇതിഹാസമാണ് ആ വഴികളിലൂടെ കടന്നുപോകുന്നത്. മതേതര കേരളത്തെ വാക്കുകൊണ്ട് നിലപാടുകൊണ്ട് കോട്ട കൊട്ടിക്കാത്ത സഖാവ്, മനുഷ്യൻ, വിപ്ലവകാരി. ആ അത്ഭുതത്തെ അവസാന നോക്ക് കാണാൻ പതിനായിരക്കണക്കിന് മനുഷ്യരാണ് വഴിത്താരങ്ങളിൽ കാത്തു നിൽക്കുന്നത് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ. VS-നെ കുറിച്ച് പറഞ്ഞു കേട്ടൊരു പ്രധാനപ്പെട്ട കാര്യം, വഹിക്കുന്ന പദവികൾ എന്തോ ആ പദവി എന്തെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിയ മനുഷ്യനാണ്. MLA തൊട്ട് പ്രതിപക്ഷ നേതാവ് വരെ മുഖ്യമന്ത്രി വരെ, അങ്ങനെ ഓരോ പദങ്ങൾ വഹിക്കുമ്പോൾ, LDF കൺവീനർ പദവി പോലും വഹിക്കുമ്പോൾ ആ പദവികൾ അതെന്തിനു ഉപയോഗിക്കണം, ആ പദവിയുടെ അധികാരം എന്താണ്, ആ അധികാരം ആർക്ക് വേണ്ടി വിനിയോഗിക്കണമെന്ന് പൊതുസമൂഹത്തെ, സവിശേഷ രാഷ്ട്രീയക്കാരെ ബോധ്യപ്പെടുത്തിയ ഇതിഹാസം കൂടിയാണ് യാത്രയാകുന്നത്. അലക്സ് മുഹമ്മദ് നമ്മോടൊപ്പം ചെയ്യുന്നു. അലക്സ്, രാത്രി വൈകി ഇപ്പോഴും പ്രിയപ്പെട്ട സഖാബിനെ അവസാനം നോക്ക് കാണാൻ, അന്ത്യാഭിവാദം അർപ്പിക്കാൻ ആയിരക്കണക്കിന് മനുഷ്യർ കാത്തു നിൽക്കുന്നു. ഇങ്ങനൊരു മടക്കയാത്ര ഇനി ആർക്കെങ്കിലും ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ സംശയമാണ്. കാരണം സമരസപ്പെടാത്ത, വിധേയപ്പെടാത്ത രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്ന മനുഷ്യർ എന്ത് ബാക്കിയാക്കുന്നു എന്ന് ചോദിച്ചാൽ, നിഷ്കളങ്കരായ, നിഷ്പക്ഷരായ മനുഷ്യരുടെ ഹൃദയത്തിൽ ഒരു വലിയ സ്ഥാനം ബാക്കിയാക്കുന്നത് ഉത്തരത്തിന്റെ നേർസാക്ഷ്യം കൂടിയാകുന്നു ഈ വിലാപയാത്ര. അലക്സ്, സുഹൈല, 12 മണിക്കൂർ വിലാപയാത്ര ആരംഭിച്ച് 12 മണിക്കൂർ പിന്നിടുന്നു. ഇതാ കൊട്ടിയത്തേക്ക് എത്തുകയാണ്. കൊട്ടിയത്തെ പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് എത്തുകയാണ്. നേരത്തെ നിശ്ചയിച്ചിരുന്ന പ്രധാനപ്പെട്ട പോയിന്റിലേക്കാണ് കടന്നു വരുന്നത്. പക്ഷേ അതിനിടയ്ക്ക് തന്നെ നിരവധിയായ പ്രവർത്തകരെന്ന് മാത്രമല്ല, വീട്ടമ്മമാർ, കുടുംബങ്ങൾ, അവർ വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി VS-നെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി നിൽക്കുന്നുണ്ട്. നേരത്തെ നിരവധിയായ വീട്ടമ്മമാർ കയ്യിൽ പൂക്കൾ ഇറുത്തു പിടിച്ചവർ നിൽക്കുന്നത് കണ്ടതാണ്. അതാ ഇപ്പോഴും ഒരു ചെറിയ കൂട്ടം നമ്മുടെ ഈ ദൃശ്യങ്ങളിൽ കാണാം. അവർ മുദ്രാവാക്യം, ആകാശത്ത് അവരുടെ മുഷ്ടി ഉയർത്തി മുദ്രാവാക്യം വിളിക്കുകയാണ്. ആലപ്പുഴയുടെ സന്തതിക്ക്, അവരുടെ വിപ്ലവ ഇതിഹാസത്തിന് മുദ്രാവാക്യം വിളിക്കുകയാണ്. ആ ദ്വയാക്ഷരിക്ക് അവർ അന്ത്യാഭിവാദനം നേരുകയാണ്. അത്തരത്തിൽ വൈകാരികമായ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ദേശീയപാതയിൽ കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിച്ച് 2 സ്റ്റോപ്പുകൾ, പാരിപ്പള്ളി, ചാത്തന്നൂർ കഴിഞ്ഞ് കൊട്ടിയത്തേക്ക് എത്തുകയാണ്. കൊട്ടിയത്ത് പ്രധാനപ്പെട്ട ഇടങ്ങളെല്ലാം ഉണ്ട്. CPM-നെ സംബന്ധിച്ച് കൊല്ലം ജില്ല CPM-ന്റെ ശക്തി ദുർഗമാണ്. CPM-ന്റെ ശക്തി ദുർഗമെന്ന് മാത്രമല്ല, VS-ന്റെ കാലത്ത് VS-നൊപ്പം നിന്ന ജില്ലയാണ് കൊല്ലം. VS-നൊപ്പം അണിനിരന്ന ശക്തി ദുർഗമാണ്, ശക്തി കേന്ദ്രമാണ് കൊല്ലം. കൊല്ലത്തിന് ആ സ്നേഹം VS-നോടുണ്ട്. എന്തുകൊണ്ട് കൊല്ലം എന്ന് ചോദിച്ചാൽ, കൊല്ലം തൊഴിലാളികളുടെ നാടാണ്, ട്രേഡ് യൂണിയൻ ശക്തമായ നാടാണ്.
മത്സ്യത്തൊഴിലാളികളുടെ നാടാണ്, കയർ തൊഴിലാളികളുടെ നാടാണ്. ആ നാട്ടിലാണ് VS കടന്നു പോകുന്നത്. തൻ്റെ ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിന്റെ നല്ല കാലം VS ചിലവഴിച്ച ഇടമാണ്. മാത്രമല്ല VS പാർട്ടി നേതാവെന്ന നിലയിൽ VS പാർട്ടി ചുമതല വഹിച്ചിരുന്ന പ്രദേശങ്ങൾ കൂടിയാണ് VS കടന്നു പോകുന്നത്. സ്വാഭാവികമായി ജനങ്ങൾക്ക് ഈ ഇഴയടുപ്പം അതവർക്ക് അവരുടെ രക്തത്തിൽ അലിഞ്ഞതാണ്. ഈ വിപ്ലവ ഇതിഹാസത്തിനോടുള്ള അവരുടെ സ്നേഹവായ്പ. നോക്കൂ, ആ വാഹനത്തെ വാഹനത്തെ അനുഗമിച്ച് അവർ മുദ്രാവാക്യം ഉയർത്തി അങ്ങനെ മുന്നോട്ട് വരുന്നതാണ്. അവർ ഒരു നോക്ക് കാണാൻ, VS ഒരു നോക്ക് കാണാൻ കൂടെ വരുന്നുണ്ട്. ഉരുക്ക് മുഷ്ടി പോലെ അവർ മുദ്രാവാക്യം ഉയർത്തുന്നുണ്ട്. ആലപ്പുഴയുടെ സന്തതിയെ കണ്ണേ കരളെ VS എന്നവർ മുദ്രാവാക്യം ഉയർത്തുന്നുണ്ട്. അതുമാത്രമല്ല, ഇവിടെ ഒരു ദേശീയപാതയുടെ നിർമ്മാണം നമുക്കറിയാം ഈ മേഖലയിൽ നടക്കുന്ന ഒരു സ്ഥലമാണ്. ഫ്ലൈ ഓവറിന്റെ നിർമ്മാണം തൊട്ടടുത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ മുകളിൽ ഏതാണ്ട് 5-6 അടി പൊക്കമുള്ള റോഡ് മുകളിലൂടെ കടന്നു പോകുന്നുണ്ട്, നിർമ്മാണം നടക്കുന്നുണ്ട്. അതിന്റെ മുകളിൽ വരെ ആളുകൾ നിന്ന് നോക്കുന്നുണ്ട്. പ്രവർത്തകർ ഓടി ആ വാഹനത്തിലേക്ക് എത്തുന്നു. VSനെ വിട നൽകുന്ന, അല്ലെങ്കിൽ VSനെ അവസാനമായി ഈ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ കടന്നു പോകുന്ന ഈ വാഹനത്തിലേക്ക് VSന്റെ മൃതശരീരം കാണാൻ ഈ ജനക്കൂട്ടം ഒഴുകിയെത്തുന്നു. VSനെ കാണാൻ എന്നുള്ളതാണ് സുഹൈൽ. ഒരുപക്ഷെ ഇത് അതിവൈകാരികവും അത്യന്തം ആവേശജനകവുമാണ്. ഒരു നേതാവിനെ സംബന്ധിച്ച് എത്ര സാർത്ഥകമായ ഒരു മടക്കമാണിത് എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു യുഗാന്ത്യം, ഒരു വിപ്ലവ ഇതിഹാസത്തിന്റെ യുഗാന്ത്യമെന്ന് തീർച്ചയായും പറയാം. എത്ര സാർത്ഥകമായ മടക്കിപ്പോക്ക്. അത് അദ്ദേഹം അർഹിച്ചിരുന്ന, അദ്ദേഹത്തിന് നൽകേണ്ടിയിരുന്ന, അത് തങ്ങൾ ഇത് നൽകാൻ ഉദ്ദേശിച്ചിരുന്നത് നേതാവ് VS മാത്രമാണ്. തങ്ങൾ കണ്ണേ കരളെ എന്ന് വിളിച്ചത്, തങ്ങളുടെ കണ്ണും കരളുമായത് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദനാണ്. ആ അച്യുതാനന്ദനെയാണ് അവർ ഈ സ്നേഹവായ്പ കൊണ്ട് മൂടുന്നത്. അവർ നെഞ്ചേറ്റുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിനെ. അവർ നെഞ്ചേറ്റി ആലപ്പുഴയിലേക്ക് കൊണ്ടുവരികയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്ത് VSന്റെ പ്രധാനപ്പെട്ട പ്രവർത്തന പാഥാവിൽ നിന്ന് VSനെ അനുഗമിച്ചു കൊണ്ടുവരുന്ന ഈ പ്രവർത്തകർ അവരുടെ നെഞ്ചേറ്റി VSന്റെ ജന്മനാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. 102 വയസ്സുള്ള വിപ്ലവ ഇതിഹാസമാണ്. നോക്കൂ സുഹൈൽ, നമുക്കറിയാം ഒരു മനുഷ്യജീവന് മരണം സ്വാഭാവികമായ ഒന്നാണ്. അത് ഏത് വിധത്തിലാണെങ്കിലും സംഭവിക്കാവുന്ന ഒന്നാണ് മരണം. പക്ഷേ മരണത്തിനപ്പുറം ജീവിക്കുക എന്നുള്ളതാണ് ഏതൊരു മനുഷ്യനും ആശിച്ചു പോകുന്ന ഒരു നിമിഷം. അതിലൂടെ VS എത്തിയിരിക്കുന്നു. അമരതാരകമായി, രക്തതാരകമായി, ചെന്താരകമായി, വിപ്ലവ ഇതിഹാസമായി VS മാറിയിരിക്കുന്നു. ചരിത്രമായി മാറിയിരിക്കുന്നു. അയ്യൻ ശങ്കരന്റെയും അക്കമ്മയുടെയും 4 മക്കളിൽ രണ്ടാമൻ ചരിത്രമായി മാറിയിരിക്കുന്നു. മലയാളി ഉള്ള കാലത്തോളം മറക്കാൻ കഴിയാത്ത ചരിത്രമായി വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ മാറിയതാണ് ഈ കാണുന്നത്, ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ സ്നേഹവായ്പ ഒന്ന് നോക്കൂ. അവർ VSനെ കണ്ടിട്ട് എത്ര നാളായിട്ടുണ്ടാകും? VSന്റെ ഒരു പൊതുപരിപാടി കണ്ടിട്ട് എത്ര നാളായിട്ടുണ്ടാകും? VSന്റെ ഒരു പൊതു പ്രസംഗം കേട്ടിട്ട് എത്ര നാളായിട്ടുണ്ടാകും സുഹൈൽ? എന്നിട്ടും ഈ ആവേശം ഒന്ന് കാണൂ. അവർ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ, അവർ നെഞ്ചേറ്റിയ തങ്ങളുടെ വീരപുത്രനെ, പോരാളികളുടെ പോരാളിക്ക് അവർ വീരവണക്കം ചൊല്ലുന്നു. അവർ റെഡ് സല്യൂട്ട് ചൊല്ലുന്നു. അവസാനത്തെ റെഡ് സല്യൂട്ട് ചൊല്ലുന്നു. മുദ്രാവാക്യം ഉയർത്തുന്നവരുടെ മുഷ്ടി ഒന്ന് നോക്കിയാൽ അറിയാം. അത് എത്ര ശക്തിയാൽ ആ മുദ്രാവാക്യം അവർ ആകാശത്തേക്ക് ഉയർത്തുന്നു എന്നറിയാം. അത് സ്നേഹവായ്പാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനോടുള്ള അത്യാഭിവാദനമാണ്. അങ്ങേയറ്റത്തെ അവരുടെ സ്നേഹവായ്പും പ്രകടനവും ഒക്കെയാണ് ഈ കാണുന്നത്. കൊടികൾ ഉയർത്തി, ചെങ്കൊടി ഉയർത്തി അവർ ഈ മുദ്രാവാക്യം അങ്ങനെ തുടരുകയാണ്. ഈ കൊട്ടിയം എന്ന് പറയുന്നത് സ്വാഭാവികമായി CPM-ന്റെ ഒരു ശക്തി കേന്ദ്രമാണ്. അത് മാത്രമല്ല, ഇതേത് വിധത്തിലാണ് ഈ പോയിന്റുകൾ ക്രമീകരിച്ചത്?